ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രാവിലെ വെൽക്കം ടു ന്യൂസ് ബ്ലോഗ്. ഇത് നമ്മുടെ അമ്മച്ചി രാവിലെ എന്നെ വിളിച്ച് കയറ്റിയിരിക്കുകയാണ് മാവിൽ കയറാനായിട്ട്. ഇത് പേരയ്ക്ക മാങ്ങ കേട്ടോ, നല്ല നല്ല മധുരമാണ്. പിന്നെ പേരയ്ക്കയുണ്ട്, അത് കുത്തിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ പിന്നെ കുറച്ച് എല്ലാ ഐറ്റം ഫ്രൂട്ട്സാണ്. റംബുട്ടാനുണ്ട്, ഞാവൽപ്പഴമുണ്ട്, കാരക്കയുണ്ട്, ആത്തച്ചക്കയുണ്ട്, ആനമുന്തിരിയുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇവിടെ നിൽക്കുന്ന റംബുട്ടാൻ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. വീട്ടിലേതേ അവസ്ഥ തന്നെയാണ്. വെയിലടിച്ചിട്ടാണോ പറഞ്ഞുകൂടാ, എല്ലാം കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കണം. മരത്തിലുള്ളതിനേക്കാളും കൂടുതലും മൊത്തം തറയിൽ വീണ് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, നിറച്ചുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ വീഡിയോ നേരിട്ടും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്കിനി വീട്ടിലും കൂടെ ഉണ്ട്, വീട്ടിലത്തെ പരിപാടിയും കൂടെ കാണാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാ അപ്പുറത്തെ പറമ്പിലോട്ട് പോയി. നല്ല ബ്ലേഡൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ ഗുണമൊന്നുമില്ല. ശാലത്തിൽ മൾബറി നിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ കുറച്ച് നിപ്പുണ്ട്. റോഡിലോട്ട് നിൽക്കുന്ന കാരണം ആരണ്ടൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഇവിടെ 2-3 നിപ്പുണ്ട്, കൊലയോടുണ്ടായതാണ്. ഇവിടെ കൂടുതൽ റംബുട്ടാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വയലിലുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. നിറച്ച് കാഴ്ച നിന്നതാണ്. നമ്മുടെ ഇവിടെ നിന്ന് മൾബറി കുറേ വെട്ടിക്കളഞ്ഞാൽ വെയിലടിക്കാത്ത കാരണത്ത് നന്നായിട്ട് കായ്ക്കുന്നില്ല. അപ്പോൾ അത് കാരണം കുറേ വെട്ടിക്കളഞ്ഞു. ഇതിലാണെന്നുള്ള ഒരു 5-6 പൂ വന്നതാണ്. നശിച്ച മഴ കാരണം എല്ലാം കൊഴിഞ്ഞു പോയി. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഉണങ്ങിപ്പോയി, ഇതിൻ്റെ തൊട്ടടുത്ത് വന്നത് ഉണങ്ങിപ്പോയി, ഇതിൽ ഉണങ്ങി നിൽക്കുന്നു. തീർന്നു, ഇത്രേ ഉള്ളൂ. ഈ വർഷം റംബുട്ടാൻ തിന്നാന്നുള്ള മോഹം